ഇന്ന് ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 ജ്യൂസാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വേനൽക്കാലത്തെല്ലാം വളരെ നല്ലതാണ്. ഒന്ന് കുക്കമ്പർ കൊണ്ടിട്ടും ഒന്ന് പച്ചമാങ്ങ കൊണ്ടിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കമ്പറും ചെറുനാരങ്ങയും വെച്ചിട്ട് ഒരു ജ്യൂസ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുക്കമ്പർ ജ്യൂസെല്ലാം ഈ വേനൽക്കാലത്ത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനെല്ലാം നല്ലൊരു ഡ്രിങ്കാണ് ഈ കുക്കമ്പർ കൊണ്ടിട്ടുള്ള ജ്യൂസ്. അപ്പോൾ കുക്കമ്പർ എടുത്തിട്ട് അതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞ് എടുക്കുക. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. കുക്കമ്പറിന് പുറമേയുള്ള പച്ച കളറിലുള്ള തൊലികളെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ചെറിയ പീസാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിടുക. കുരുവോടുകൂടി തന്നെ ഇടാം, കുരു കളയണമെന്നൊന്നുമില്ല. പിന്നെ എല്ലാം ഒരു കുക്കമ്പർ മുഴുവനും അതുപോലെ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എല്ലാം പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണം. ഇതൊരു അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഐസ് കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പുതിനയില ചേർക്കാം. അപ്പോൾ നമ്മുടെ കുക്കമ്പർ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കുക്കമ്പർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് വേനൽക്കാലത്തെല്ലാം വളരെ നല്ലതാണ്. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കുക്കമ്പർ ജ്യൂസ് തയ്യാറാക്കി നോക്കുക. ഇനി അടുത്തതായിട്ട് പച്ചമാങ്ങ കൊണ്ടിട്ടുള്ള ഒരു ജ്യൂസാണ്. ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഞാനതിന്. ഒരുപാട് പച്ചയും ഒരുപാട് പഴുത്തതും ആവരുത്. ഒന്ന് നിറം മാറി തുടങ്ങണം. അതിൻ്റെ ഒന്ന് മൂത്ത മാങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുന്ന ഒരു പരുവത്തിൽ വേണം ഈ മാങ്ങ എടുക്കാനായിട്ട്. ചെറിയൊരു മഞ്ഞ കളറാവുന്ന പരുവത്തിലുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും നമ്മുടെ ജ്യൂസിന്. ചെറിയൊരു മധുരവും പുളിപ്പും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പച്ചമാങ്ങ ജ്യൂസിന് ഉണ്ടാവുന്നത്. ഒരു മാങ്ങ അതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത്, ആദ്യം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുക.
കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കുക. വലിയ പണിയൊന്നുമില്ല, ഇത് വളരെ എളുപ്പമാണ്. ഇതിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിനയില ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ പുതിനയില ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഐസ് ക്യൂബ്സും ഇട്ട് പുതിനയിലയും ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട്, പുളി കൂടുതലാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ 2 ജ്യൂസും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, അഭിപ്രായം പറയാം. വീണ്ടും പുതിയ റെസിപ്പിയായിട്ട്